ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഗർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. യജ്ഞോ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞവൃത്തജ്ഞകൃത്തജ്ഞി യജ്ഞസാധന യജ്ഞാന്തവൃത്തജ്ഞഗുഹ്യം അന്നാദ്യേവച. ശ്രീ അഭേദാനന്ദ സ്വാമികളുടെ പൂർണ്ണമായ സങ്കല്പമാണ് കോടിയർച്ചന എന്നുള്ളത്. എല്ലാ ആളുകൾക്കും ഇന്ന തരം, ഇന്ന രീതി, ഇന്ന ജാതി ഒന്നുമില്ലാണ്ട് അതിനപ്പുറമായി അഭേദമായ രൂപത്തിൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ഒരേ രീതിയിൽ ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഒരേ രീതിയിൽ നമുക്ക് ജപിക്കുക മാത്രമല്ല, ഇവിടെ നമുക്ക് കാണുന്നത് തൊട്ട് മുമ്പേ ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അനന്തശായി ഭഗവാന്റെ രൂപം നിലനിർത്തിക്കൊണ്ട് നേരെ നമ്മൾ ഈ വിളക്കിലേക്ക് നോക്കിയാൽ വിളക്കിൽ തെളിഞ്ഞു നിൽക്കുന്നത് അത്രയും ഗുരുകാരുണ്യമാണ്. വിളക്കിനെ 3 ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ അർച്ചനയ്ക്കൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കെന്ന് പറയുമ്പോൾ 3 ഭാഗമാണ്. എന്ന് വെച്ചാൽ സുശീന്ദ്രത്തെ ദേവനെ പോലെ ഏറ്റവും മുകളിലായിട്ട് ബ്രഹ്മാവും, നടുക്കായിട്ട് വിഷ്ണുവും, അതിന് താഴെയായിട്ട് മഹാദേവനുമാണ്. മഹാദേവൻ കിഴക്ക് ദർശനമായിട്ട് എല്ലാ വിളക്കിലും കുടികൊള്ളുന്നു. അപ്പോഴത് ദക്ഷിണാമൂർത്തിയായിട്ടും അതിൻ്റെ പിറകുവശത്തായിട്ട് ഗുരുരൂപത്തിലും അതിൻ്റെ 2 ഭാഗത്തായിട്ട് ആദിപരാശക്തിയായിട്ടും കാളി മഹാദേവിയായിട്ടും വിളക്കിൻ്റെ കീഴ്ഭാഗത്ത് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും പുണ്യമുള്ള കണ്ണുകൾക്ക്. അതിന് മുകളിലായിട്ട് വിഷ്ണു രൂപമാണ്. വിഷ്ണു രൂപം എന്ന് പറയുമ്പോൾ ഓം വിശ്വസ്മയി നമഃ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ദീപത്തിൽ മുഴുവൻ ഇങ്ങനെ ആ ദീപം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വിഷ്ണു ചൈതന്യമാണ്. അനന്തമായ രൂപ സൗന്ദര്യം അതിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. എങ്ങനെ? ഗുരുവിലൂടെ, ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് കാണുന്നത് ബ്രഹ്മചൈതന്യമാണ്, ബ്രഹ്മലോഹമാണ്. അപ്പോൾ ഒരു വിളക്കിൻ്റെ മുന്നിൽ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രഹ്മലോകം, വൈകുണ്ഠം, കൈലാസം, പിന്നെ ഇതിന് 3നെയും കൂടെ ഒത്തുചേർത്ത് കൊണ്ടുവരുന്നതാണ് ഗുരു എന്നുള്ളത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. ഇപ്പം നമ്മളിവിടെ ഈ അഭേദാശ്രമം എന്ന് പറയുമ്പോൾ ഹരി, രാമ, കൃഷ്ണ ഈ മന്ത്രമാല ഒരുമിച്ച് ചേർത്ത് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുവാനായി കലിസന്ദ്രണോ ഉപനിഷത്ത് എന്ന രൂപയിൽ അഭേദാനന്ദ സ്വാമികളുടെ തപോവന പുണ്യഭൂമിയായ ഈ ഭൂലോക വൈകുണ്ഠത്തിൽ അല്ല, രാധയും കൃഷ്ണനും ഒരുമിച്ച് നിൽക്കുന്ന ഈ വൃന്ദാവന പുണ്യഭൂമിയിൽ ഇങ്ങനെ നമുക്കൊരു സംരംഭം കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ സങ്കല്പവും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ ചട്ടമ്പിസ്വാമികളുടെ പൂർണ്ണമായ കടാക്ഷം ഇതിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. അപ്പോൾ ഈ വിളക്കിൻ്റെ മുന്നിലിരുന്ന് നമുക്ക് വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ശ്രദ്ധാഭക്തി പ്രേമപൂർവ്വം, എന്നുവെച്ചാൽ പ്രേമം എന്ന് പറയുമ്പോൾ അതിന് അധികം കടന്ന ഒരു ആശയമുണ്ട്. കാരണം രാധാദേവിയുടെ രാധാക്ഷേത്രമാണ് ഈ കാണുന്നത്. അനന്തപുരിയിലെ രാധാക്ഷേത്രമായ ഈ വൃന്ദാവന പുണ്യഭൂമിയിൽ ഇരുന്ന് അർച്ചിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മാത്രം പോരാ. കാരണം എന്താണ്? ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന നാവിൽ കൂടെ ഈ 1000 നാമങ്ങൾ പ്രകടമായി കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാൻ സാധിച്ചാൽ ഇതിൽ കൂടുതലൊരു പുണ്യം ഈ മനുഷ്യജന്മത്തിൽ കിട്ടാനില്ല. നരജന്മത്തിൻ്റെ സാഫല്യമാണ് കോടിയർച്ചന കാണുക എന്നുള്ളത്. പക്ഷേ അതിൽ പങ്കെടുത്ത് ആ അർച്ചനയിൽ നിറഞ്ഞ് നമ്മളെ മറക്കണം. കാരണം നമ്മൾ മറന്നു വേണം ഈശ്വരൻ്റെ നാമങ്ങൾ എപ്പോഴും പ്രകീർത്തിക്കുവാൻ. എങ്ങനെയാണ്
എങ്ങനെയാണോ ഗംഗാ നദിയിലേക്ക് ചെന്ന് ചേരുന്ന മറ്റ് ജലങ്ങളെല്ലാം തീർത്ഥമായി മാറുന്നത്, അതുപോലെ ചട്ടമ്പിസ്വാമിയുടെ ആ തീർത്ഥ പാദ പരമ്പരയാണ് ഈ കോടിയർച്ചനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ വന്ന് ചേർന്ന് ഇതിൽ അർച്ചനയിലൂടെ മനുഷ്യജന്മം സഫലമാക്കുക ഈശ്വരൻ തന്നിരിക്കുന്ന മഹാസൗഭാഗ്യം. ഇങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടില്ല. അന്ധഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞ രീതിയിൽ ഈ അർച്ചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വരിക, പങ്കെടുക്കുക, ഗുരുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നേടുക. ഗുരുകടാശം പരിപൂർണം. പുറകിലോട്ട് വെച്ചു.